നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമബംഗാളിൻ്റെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ മമത കടപുഴകി വീഴുന്നു എന്ന സംശയം ദൃഢീകരിക്കപ്പെടുകയാണ്. 91.83% എന്ന റെക്കോർഡ് പോളിംഗ് ആണ് ഇത്തവണ പശ്ചിമബംഗാൾ ഉണ്ടായത്. 182 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. 294 മണ്ഡലങ്ങളാണ് മുഴുവൻ ബംഗാളിലുള്ളത്. എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ബംഗാളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരുപക്ഷെ പകുതിയിലടുത്ത മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പകുതി മണ്ഡലങ്ങൾ തന്നെ ഇക്കുറി ഇത് BJPയോടൊപ്പം നിൽക്കും എന്ന തരത്തിലൊക്കെയാണ് ചില കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു വലിയ ജനവിരുദ്ധ വികാരം തന്നെ, ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ തന്നെ മമതയ്ക്ക് നേരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏത് കള്ളപ്പണം ഒളിപ്പിച്ചു വച്ചാലും, ഏത് ഐപാക്കിനെ കൂടെ നിർത്തിയാലും, എങ്ങനെയൊക്കെ ആരെയൊക്കെ വിരട്ടിയാലും മമതയെ ഇക്കുറി വേണ്ട എന്നാണ് ബംഗാളിലെ ജനത തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മമത ചെയ്യുന്ന ചില ചെയ്തികളുണ്ട്. അതായത് ജനം തൃണമൂലിനെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആക്രമണങ്ങൾ നടത്തുക. അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ് ബംഗാളിൽ ഇത്തരം ആൾക്കാർ നടത്തുക. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇലക്ഷൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് എതിർ സ്ഥാനാർത്ഥികൾക്ക് നേരെ, എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ആക്രമണമാണ് തൃണമൂൽ ഗുണ്ടകൾ നടത്തുന്നത്. മമതയ്ക്ക് അത്തരത്തിലുള്ള ഗുണ്ടകളുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ SIR ഒക്കെ വന്ന് പലരും ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചോടിയ സാഹചര്യത്തിലാണ് ഇത് ഒരു ആശങ്കയായിട്ട് മാറുന്നത്. ഇപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം ശരാശരി തന്നെ 91.83% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഇതാ ദക്ഷിൺ ദിനാപൂറിൽ 94.85% പോളിങ്ങോടുകൂടി ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് ഇവിടെ നിന്നാണ്. അതോടൊപ്പം തന്നെ അതിന് പുറകെ കൂച്ച് ബിഹാറിൽ 94.54% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ പലയിടങ്ങളിലും SIR കഴിഞ്ഞതിന് ശേഷം പലയിടങ്ങളിലും ഈ രീതിയിലുള്ള വലിയ പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല ആൾക്കാരും ഈ SIR വന്നതോടുകൂടി തന്നെ നേരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ച് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗ്ലാദേശിൽ നേരത്തെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ ഒരു വലിയ പങ്ക് ആൾക്കാരും ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാരാണ്. മമത അവർക്ക് എല്ലാ തരത്തിലുള്ളൊരു സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനതയെ പരമാവധി കഷ്ടപ്പെടുത്തുക, ഇവിടെയുള്ള ജനതയ്ക്ക് മേൽ ആക്രമണം നടത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു മമത ചെയ്തുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരമാവധി സഹകരണവും മമതയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ആൾക്കാർ ഇവിടെ പൂന്ത് വിളയാടുകയായിരുന്നു മമതയുടെ സഹായത്തോടു കൂടി. പക്ഷേ വലിയ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പലരും അറസ്റ്റിലായി. ഇപ്പോൾ SIR വന്നതോടുകൂടി പലരും നാട് വിട്ടു. എന്നാലും മമത വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം അവർക്കുള്ളത് അവരെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് നാട് കടത്തി കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. ഇനി ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഭാരതത്തിൻ്റെ പൗരന്മാരെ വേർതിരിച്ച് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള CAA പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകും. ഭാരതത്തിലെ പൗരന്മാരെക്കുറിച്ചുള്ള വ്യക്തമായ ഡേറ്റ ഭാരതം നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത്. എന്തായാലും മമത ഇതിനുവേണ്ടി പല പ്രക്ഷോഭങ്ങളും നടത്തി, പല നാടകങ്ങളും നടത്തി. ഹുമയൂൺ കബീറിനെയൊക്കെ വച്ചുകൊണ്ട് ഹുമയൂൺ കബീർ ഞാൻ പോയി ചെന്ന് അയോധ്യയ്ക്ക് പകരം ബാബറി മസ്ജിദ് നിർമ്മിക്കുവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നാടകങ്ങളും നടത്തി. പിന്നീട് മമത തന്നെ മറ്റൊരു കഥയുണ്ടാക്കി ഇയാളെ കൊണ്ടൊരു നാടകം നടത്തിച്ചു. ഇത് BJPയുടെ ഒരു നാടകമാണ് എന്ന നിലയിലൊക്കെ കാണിച്ചു. പക്ഷേ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ ആംജനത ഉന്നാവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ സംഘടനയും മമതയുമായിട്ടുന്ന ഏറ്റുമുട്ടൽ സഹിതം ഉണ്ടായിട്ടുണ്ട്. അത് ഹുമയൂൺ കബീർ നിൽക്കുന്ന മണ്ഡലത്തിൽ തന്നെ വലിയ സംഘർഷ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളൊക്കെ നടത്തി. പക്ഷേ ഈ പരസ്പരം ആക്രമണം നടക്കുന്നത് മമതയുടെയും ഹുമയൂൺ കബീറിൻ്റെയും അണികളാണ്. ഇതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരെ അണികൾ എങ്ങനെയൊക്കെ അടിച്ച് ചത്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും മമതയ്ക്കോ ഹുമയൂൺ കബീറിനോ ഇല്ല. കാരണം അവരുടെ രക്തമല്ലല്ലോ പൊഴിയുന്നത്. എന്തായാലും ഈ രീതിയിൽ വലിയ ഗൂഢമായിട്ടുള്ള പദ്ധതികളാണ്
ഹുമയൂൺ കബീർ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മമതയും വലിയ കോപ്പുകൂട്ടൽ നടത്തുന്നുണ്ട്. ഈ അടുത്ത സമയത്താണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പല ആൾക്കാരും ബംഗാളിലേക്ക് കുതിച്ചു പായുന്നൊരു സാഹചര്യമുണ്ടായി. ബംഗാളിലേക്ക് അവർ പല കിട്ടിയ ട്രെയിനുകളിൽ പലരും ഏറിയ പങ്കും ഇസ്ലാം ഭൂരിപക്ഷം ആൾക്കാരാണ്, ഇസ്ലാം മതഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. മമതയ്ക്ക് പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നടക്കം പോയെന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. അങ്ങനെ അത്തരത്തിൽ വലിയ പിന്തുണയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് മമതയ്ക്ക് ലഭിക്കുന്നത്. നേരെ മറിച്ച് സുവേന്ദു അധികാരി വളരെ കാര്യക്ഷമമായിട്ട് ഈ ഇലക്ഷനെ നേരിട്ടു. വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി ഈ വിഷയങ്ങളെ ആകെയും നേരിട്ടിട്ടുണ്ട്. എന്തായാലും മമതയ്ക്ക് ഇനി വിലങ്ങ് വയ്ക്കുമോ എന്ന് ചോദിച്ചാൽ മമത നടത്തിയ ചില പ്രശ്നങ്ങൾക്കല്ല, അത് ഇനി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം എന്തായാലും അതുമായി ചില ശിക്ഷാവിധികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയേറെ കുറ്റകൃത്യങ്ങൾ മമത ബംഗാളിൽ ചെയ്തിട്ടുണ്ട്. മമത അവരുടെ അണികളെ ഇളക്കി വിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദി ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മമതയുടെ ദാസന്മാർ അത്തരത്തിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുകയാണെങ്കിൽ, സാധാരണ ജനതയ്ക്ക് നേരെ നടത്തിയാൽ തീർച്ചയായിട്ടും അത്തരം ആൾക്കാർ കർശനമായി ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മമത ഇതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം സഹകരിക്കുമെന്ന് ഇനി കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഐപാക്കിൻ്റെ ഓണറെ നേരിട്ട് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തും. തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ഒരു സമഗ്രമായ അന്വേഷണം തന്നെ നടത്തും. എത്രത്തോളമാണ് മമത അനധികൃതമായി അവിടെ ബംഗാളിൽ ഫണ്ട് ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടക്കാനുണ്ട്. എന്തായാലും മമത ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അട്ടിമറി ശ്രമങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ പശ്ചിമബംഗാളിൽ സാധാരണ ജനതയ്ക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നുള്ളതാണ്. ഈ ഒരു ഭരണകൂടം മാറിയാലേ അതുണ്ടാകൂ എന്നാണ് ഇപ്പോൾ ജനം ഈ ഒലിച്ചുകൊണ്ട്, അതായത് ഒരു കുത്തൊഴുക്ക് പോലെ വന്നുകൊണ്ട് ഈ ഇലക്ഷനിൽ വോട്ടിട്ടതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അവിടുത്തെ ജനത തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് വോട്ട് നൽകുകയും അവരിപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, വലിയ മാന്യരായിട്ടുള്ള വ്യക്തികളൊന്നുമല്ല, എങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ആ ഒരു രീതിയിലും മമതയ്ക്ക് വലിയ രക്ഷയൊന്നുമില്ല. ഇനി ഇവിടെ നിന്നാണെങ്കിൽ കുറേയധികം ആൾക്കാർ ഇവിടുന്ന് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയും ഏകദേശം 1 കോടിക്കടുത്ത ആൾക്കാർ പോയിട്ടുണ്ട് എന്നതാണ് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ. എന്തായാലും ഈ രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മമത കടപുഴകി വീഴും എന്ന് തന്നെയാണ് ഈ പോളിംഗ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.